ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഈ അപ്രിസിയേഷൻ നോട്ട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അപ്രിസിയേഷൻ നോട്ട് എന്ന് പറയുന്നത്. വി കൻ സേ ദാറ്റ് അപ്രിസിയേഷൻ നോട്ട് ഓർ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സസ് ഇൻ അവർ എൻറ്റയർ സിലബസ്. ഒഴിവാക്കാൻ യാതൊരു നിർവാഹവുമില്ല. നമുക്ക് ഒരുപാട് പോയിന്റ്സ് പഠിക്കാനുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്. പക്ഷെ നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന ഒരു പോയത്തിൽ നിന്നായിരിക്കും ഈ ഒരു അപ്രിസിയേഷൻ നോട്ട് ചോദിക്കുക. പക്ഷേ ഈ ഒരു 6-7 പോയിന്റ്സിന്റെ അപ്രിസിയേഷൻ നോട്ട് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് പോസിബിൾ. അത് നമ്മളെ കൊണ്ട് നടക്കില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ പഠിക്കാം. സോ ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു പോയത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്, ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു അപ്രിസിയേഷൻ നോട്ട് ആക്കിയിട്ട് മാറ്റി എഴുതാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്ട്രക്ചറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ എഴുതുന്നത് ഈ ഒരു പോയത്തിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ടാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇൻട്രൊഡക്ഷനിൽ വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു 2 മുതൽ 3 സെന്റൻസുകളാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ബേസിക് ആയിട്ട് ഈ പോയത്തിന്റെ ടൈറ്റിൽ, അതുപോലെ തന്നെ പോയറ്റിന്റെ പേര് നമ്മൾ പറയാം. ഇനി പോയറ്റിന്റെ പേര് പറയുന്ന സമയത്ത് ആ പോയറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പുള്ളിക്കാരൻ്റെ നാഷണാലിറ്റി, പുള്ളിക്കാരൻ ഇന്ത്യക്കാരനോ, ഈസ് ആൻ ഇന്ത്യൻ ഓതർ ഓർ ബ്രിട്ടീഷ് ഓതർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഐറിഷ് ഓതർ, അയർലൻഡ് വില്യം ബട്ട്ലർ യീറ്റ്സ് എന്ന് പറയുന്ന ഒരു ഐറിഷ് ഓതറാണ്, അല്ലെങ്കിൽ ഐറിഷ് പോയറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പോയറ്റ് ഓഫ് നേച്ചർ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറയാറുണ്ട്. ഇനി എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അടിപൊളി. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഒരു സെൻട്രൽ തീമാണ്. ഒരൊറ്റ സെന്റൻസ് മതി. ഒരൊറ്റ സെന്റൻസിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു സെൻട്രൽ തീം എന്താണെന്നുള്ളത് പറയാൻ പറ്റണം. പിന്നെ ഈ സെൻട്രൽ തീം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ ഇംപ്രഷൻ പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡുകളാണ് പവർഫുൾ, തോട്ട് പ്രൊവോക്കിംഗ്, നമ്മളെ ചിന്തയെ പ്രൊവോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മൂവിങ്, ഇമോഷണലി ടച്ചിങ് ആണെന്ന് പറയാം, ഇമോഷണലി മൂവിങ് ആണെന്ന് പറയാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഓവറോൾ ഇംപ്രഷനെ സൂചിപ്പിക്കുന്ന ഒരൊറ്റ വേർഡ് നമുക്ക് ഈ സെൻട്രൽ തീമിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ എന്ന് പറയുന്നത് നമ്മുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ദാ ഇവിടെ വരെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഏകദേശം 2 to 3 സെന്റൻസുകളാണ് ഈ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. The poem Ballad of Father Gilligan by the renowned Irish poet William Butler Yeats is a typical ballad. The poem narrates the tragic story of priest Peter Gilligan. The poem deals with the themes of pity and pity of old priests, the death and miseries of his parishioners, and the limitless love and mercy of God. എന്തൊക്കെ കാര്യങ്ങൾ വന്നു? പോയത്തിന്റെ ടൈറ്റിൽ വന്നു അല്ലേ? പോയിറ്റിന്റെ ടൈറ്റിൽ വന്നു. അതുപോലെ തന്നെ വില്യം ബട്ട്ലർ ഈറ്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ പോയിറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നാഷണാലിറ്റിയോടെ ഞാൻ പറഞ്ഞു, ഐറിഷ് പോയിറ്റ് ആണെന്നൂടെ പറഞ്ഞു. ഇനി സെൻട്രൽ തീം ഞാൻ ഇവിടെ പറഞ്ഞു, ദ പോയം ഡീൽസ് വിത്ത് ദ തീംസ് ഓഫ് പിറ്റി ആൻഡ് പീറ്റി ഓഫ് ദ ഓൾഡ് പ്രീസ്റ്റ്. ഇത്രയും ഈ ഒരു പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറയുന്ന ഇതിന്റെ സെൻട്രൽ തീമാണ്. ഇതിന്റെ സെൻട്രൽ തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ സെൻട്രൽ തീമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ദിസ് ഈസ് എ ട്രാജിക് സ്റ്റോറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിസ് ഈസ് എ ട്രാജിക് പോയം എന്ന് പറയുന്നത്, ഈ ഒരു പോയത്തിൽ വരുന്ന സ്റ്റോറിയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അത് ട്രാജിക് ആണെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് തൊട്ടാണ്. ഈ രണ്ടാമത്തെ പാരഗ്രാഫ് തൊട്ട് 4ാമത്തെ പാരഗ്രാഫ് വരെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഈ പോയത്തിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ 4 പാരഗ്രാഫ് നിർബന്ധമായും വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിന് 7 മാർക്കോ 10 മാർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിനൊരു 2-3 പാരഗ്രാഫ് ആക്കി എഴുതിയേ പറ്റൂ. ഈ അനാലിസിസിന്റെ ഭാഗത്ത് എന്തൊക്കെ വരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ തീമുകളും ഐഡിയകളും, എന്തൊക്കെ തീമുകളെ കുറിച്ച് പറയുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓർ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓരോ സ്റ്റാൻസയിലും ഉള്ള കാര്യങ്ങളിലെ നമ്മൾ അനലൈസ് ചെയ്യാണ്. എന്തൊക്കെയാണ് ഓരോ സ്റ്റാൻസയിലും പറയുന്നത്, അതിനെ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം സമ്മറൈസ് ചെയ്യുന്നു. നമ്മുടേതായ ഭാഷയിൽ ഇന്ന കാര്യങ്ങളാണ് ഓരോ സ്റ്റാൻസയിലും പറയുന്നത് എന്നുള്ളത് പറയാം. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എങ്ങനെയാണ്, സിമ്പിൾ ആണോ, അല്ലെങ്കിൽ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണോ, ഓൾഡ് ഇംഗ്ലീഷിലാണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാംഗ്വേജിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ സ്റ്റൈൽ എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ. സോ നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ഇതിനെക്കുറിച്ചുള്ള ഐഡിയാസും തീംസും ആണ് ഇവിടെ പറയുന്നത്. ഈ ഓരോ സ്റ്റാൻസിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് അനാലിസിസിൽ വരേണ്ട കാര്യമാണ് ലാംഗ്വേജ്. സിമ്പിൾ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് മേക്സ് ദ പോയം ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ റീഡേഴ്സ്. വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. ഏത് പോയം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം.
സിമ്പിൾ ആൻഡ് കൺസൈസ് ലാംഗ്വേജ്. കാരണം അങ്ങനെ ഒരു പോയം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ടെക്സ്റ്റ് ബുക്കിനകത്ത്. സോ സിമ്പിൾ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് ആണ് ഈ പോയം എഴുതിയിരിക്കുന്നത് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റൈല് കണ്ടോ, ക്വാട്രൈൻസിലാണ് 4 വരികളുടെ സ്റ്റാൻസ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ABCB എന്നുള്ള ഒരു റൈം സ്കീമിലാണ് പോകുന്നത്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകളാണ് പിന്നീട് നമ്മൾ പറയേണ്ടത്. പോയറ്റിക് ഡിവൈസുകളുടെ ഭാഗത്ത് ഇവിടെ റിഫ്രെയിൻ വരുന്നുണ്ട് അല്ലേ, ആവർത്തനങ്ങൾ വരുന്നുണ്ട്. ഓൾ പ്രീസ് പീറ്റർ ഗില്ലിഗൻ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വരുന്നുണ്ട്. ഈ അലിട്രേഷൻ വരുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്. പ്രീസ്റ്റ് പീറ്റർ PP റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡൈ ആൻഡ് ഡൈ, മാവ്രോൺ മാവ്രോൺ, നോ റെസ്റ്റ് നോർ ജോയ് നോർ പീസ് എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അലിട്രേഷൻ്റെ എക്സാമ്പിളുകളുണ്ട്. വിഷ്വൽ ഇമേജസിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്ററി ഇമേജസ് ആണ് ഇവിടെ. സ്റ്റാർസ് ബിഗൻ ടു പീപ്പ്, ഓഡിറ്ററി ഇമേജ് ആണ് ഈ മാവ്രോൺ എന്ന് പറയുന്നത്. ഈ സ്പാരോസിന്റെ ചെറിയ ചെറിയ ജൽപ്പനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രീസ്റ്റ് കരയുന്നത് പറയുന്നുണ്ട്. ഇതൊക്കെ ഓഡിറ്ററി ഇമേജസിന്റെയാണ്. ഇനി പെർസോണിഫിക്കേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് സ്റ്റാർസ് ബിഗൻ ടു പീപ്പ്. ഈ നക്ഷത്രങ്ങൾ അത്രയും ഒളിഞ്ഞു നോക്കി എന്ന് പറയുന്നത് ആക്ച്വലി പെർസോണിഫിക്കേഷൻ ആണ്. ഹി ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ് എന്ന് പറയുന്നത് എന്താ, സിമിലിയാണ്. ഇത്രയാണ് ഈ പോയത്തിൽ വരുന്ന പോയറ്റിക് ഡിവൈസുകൾ. ഇനി പോയറ്റിക് ഡിവൈസുകളും കഴിഞ്ഞ് അവസാനത്തെ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു 2-3 സെന്റൻസുകളാക്കി നമ്മൾ പറയേണ്ടതാണ് ഒന്ന് പേഴ്സണൽ റെസ്പോൺസ്. ഈ പേഴ്സണൽ റെസ്പോൺസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കവിത വായിച്ച സമയത്ത് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളതാണ്. അതാണ് ആക്ച്വലി ഒരു ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ അപ്രിസിയേഷൻ നോട്ട് എഴുതുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ കാര്യം എന്ന് പറയുന്നത്. ഇത് കൊടുത്തോ, ദ പോയം മൂവ്ഡ് മീ വിത്ത് its portrayal of Father Gilligan's selflessness and God's comforting presence. It made me consider the importance of helping others and finding hope even in difficult situations. ഈ ഫാദർ ഗില്ലിഗന്റെ ഒരു പോർട്രേയിൽ എന്നെ വല്ലാതെ മൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്നെ ഇമോഷണലി ഇത് ടച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഇതാണ് ഇതിന്റെ അവസാനത്തെ ഒരു പാരഗ്രാഫ്, അല്ലെങ്കിൽ ഇത് ഒരൊറ്റ സെന്റൻസിന്റെ ആവശ്യമുള്ളൂ. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കണ്ടോ, അവസാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആണ്. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇമ്പാക്ട്ഫുൾ പോയം. Through its simple language, vivid imagery, and powerful themes, it leaves a lasting impression on readers. It reminds us that compassion, faith, and hope can guide us through even the darkest times. ഇങ്ങനെയാണ് നമ്മൾ ഒരു അപ്രിസിയേഷൻ എഴുതുന്നത്. ഒന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇതുപോലെ കിഡിലോസ്കി വേർഡുകൾ നിങ്ങൾക്ക് വന്നില്ല എന്ന് വെച്ചിട്ട് പേടിക്കേ വേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ ഇതിൽ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. ഇതുപോലെയുള്ള ഘനഗംഭീരമായ വേർഡുകൾ നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന്, ഇതിന്റെ ഒന്നാമത്തെ പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ വരണം. രണ്ടാമത്തെ പാരഗ്രാഫിൽ തീമുകളും ഐഡിയകളും. അവസാനത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ലാംഗ്വേജ്, ഇതിന്റെ സ്റ്റൈല്, പോയറ്റിക് ഡിവൈസുകൾ ഒരു മസ്റ്റ് ഹാവ് ആണ്. എന്തായാലും അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റൂല. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഈ കവിത വായിച്ചപ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്തെന്നുള്ളത് ഒരു കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കുക. ഈ പറഞ്ഞ 2 സാധനം കൂടെ അല്ലേ ഒറ്റ പാരഗ്രാഫിലാക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയുള്ള അപ്രിസിയേഷൻ നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പോയം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പോയത്തിന്റെ അപ്രിസിയേഷൻ എഴുതാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.